dear and welcome back to Learn and Grow with Sumi. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 8 സോഷ്യൽ സയൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് യൂണിറ്റ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് അധിനിവേശവും പ്രതിരോധവും എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ജസ്റ്റ് അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കുറച്ച് ഫാസ്റ്റായിട്ട്. In April 1601, the English East India Company its first expedition to the East Indias. 1601 ഏപ്രിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇൻഡീസിലേക്ക് അവരുടെ ആദ്യ പര്യവേഷണ സംഘത്തെ അയച്ചു. ആഫ്റ്റർ സം 18 months, its 4 ships Ascension, Dragon, Hector, Susan had returned from Sumatra and Java with a cargo mainly of pepper. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 18 മാസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? ഈ 4 കപ്പലുകൾ, അവരുടെ 4 കപ്പലുകളായ അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്ന് പറയുന്ന കപ്പൽ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകുമായിട്ട്, പ്രധാനമായിട്ടും കുരുമുളക്. The success of this venture led to a second expedition by the same ship which left London in March 1604. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഇവരുടെ ഈ വ്യാപാരം, ആദ്യത്തെ അവരുടെ എക്സ്പെഡിഷൻ എന്ന് പറയുന്നത് സക്സസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ the success of this venture led to a second expedition by the same ship which left London in March 1604. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇവരുടെ ഈ യാത്ര എന്ന് പറയുന്നത് സക്സസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ഇതേ കപ്പലുകൾ എന്തായി, രണ്ടാമത്തെ പര്യവേഷണത്തിനായി നയിച്ചു. Okay, on the return journey, Hector and Susan set off first, but Susan was lost at the sea and Hector was rescued by Ascension and Dragon. Okay, അപ്പോൾ മടക്ക യാത്രയിൽ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഹെക്ടറും സൂസനും ആദ്യം യാത്ര തിരിച്ചു. പക്ഷേ സൂസൻ എന്തായി? കടലിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഹെക്ടർ എന്ത് ചെയ്തു? ഈ അസെൻഷനും ഡ്രാഗനും കൂടി രക്ഷപ്പെടുത്തി. വിത്ത് മോസ്റ്റ് ഓഫ് ക്രൂ ഡെഡ്. അപ്പോൾ അതിൽ ഒരുപാട് ജീവനക്കാരൊക്കെ മരിച്ചുപോയി. In May 1606, the ship loaded with a cargo of pepper, cloves and nutmeg reached England. The company made a profit of 95% on their investment. അപ്പോൾ 1606 മെയ് മാസത്തിൽ എന്ത് ചെയ്തു? വീണ്ടും കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക ഇവയൊക്കെ ചരക്ക് കയറ്റിയ കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. അപ്പോൾ കമ്പനി അവരുടെ നിക്ഷേപത്തിൻ്റെ 95% പ്രോഫിറ്റ് നേടി. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിവരണം വായിച്ചതിന് ശേഷം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് അല്ലേ, നമ്മൾക്കിതൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. After reading the above account, do you see how the English East India Company in England, which later conquered India, established trade link in eastern region including India? അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ വിവരണം വായിച്ചതിന് ശേഷം ഇന്ത്യ കീഴടക്കിയ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് us examine what prompted the English East India Company to trade in such a difficult condition. അപ്പോൾ ഇത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ വ്യാപാരം നടത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദുഷ്കരമായ സാഹചര്യം നോക്കിയാൽ നമ്മൾക്ക് ഒരു കപ്പലൊക്കെ മുങ്ങിപ്പോയ കഥയും ഒരുപാട് ആൾക്കാർ മരിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. European had trade relation with other part of the world from ancient time. Asia was also included in this. അപ്പോൾ പുരാതന കാലം മുതൽക്ക് യൂറോപ്യന്മാർക്ക് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യയും അതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ദിസ് കണക്ഷൻ ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദ 15th century. ദ മെയിൻ റീസൺ ഫോർ ദിസ് ആർ ഫോളോസ്. അപ്പോൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ടുള്ള ഒരു കടൽ പാത കണ്ടെത്തുന്നതിലേക്ക് ഈ ബന്ധങ്ങൾ നയിച്ചു.
ഓക്കെ. അപ്പോൾ ആദ്യം മുതലേ ഈ ആൻഷ്യൻ ടൈം മുതലേ ഇവർക്ക് യൂറോപ്യന്മാർക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്തു? കിഴക്കോട്ടേക്ക് ഒരു കടൽ പാത കണ്ടെത്തി. അപ്പോൾ ഇതിനുള്ള മെയിൻ റീസൺ, ഓക്കെ, ഇങ്ങനെ കടൽ മാർഗം കണ്ടെത്തുന്നതിനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. ഓക്കെ, യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പലോട്ടത്തിലും സാങ്കേതിക പുരോഗതി. ഓക്കെ, യൂറോപ്യൻസിൻ്റെ ആ ഒരു സാങ്കേതിക പുരോഗതി. നോളജ് അബൌട്ട് ജിയോഗ്രഫി, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ആ അറിവിൻ്റെ വളർച്ച. ഓക്കെ, അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കോമ്പസ് അഥവാ മാപ്പ് നിർമ്മാണത്തിലൊക്കെ മേക്കിംഗ് ഉണ്ടായ ആ ഒരു പുരോഗതി, ആ ഒരു ഡെവലപ്മെൻറ്റ്. ട്രാവൽ റൈറ്റിംഗ് ബൈ വോയേഗേഴ്സ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അപ്പോൾ പുതിയ പ്രദേശങ്ങളെക്കുറിച്ചും അവയുടെ സമ്പത്തിനെക്കുറിച്ചുമുള്ള സഞ്ചാരികളുടെ യാത്രാരചനകൾ. ഓക്കെ, അപ്പോൾ സഞ്ചാരികൾ ഇപ്പോൾ ഓരോ സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളല്ലേ, അവിടുത്തെ സമ്പത്തിനെ കുറിച്ചും ഒക്കെ എഴുതുമല്ലോ. അപ്പോൾ അതും. പിന്നെ ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്റ്റ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലെ കുരുമുളക് പോലെയുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വിപണി. ഓക്കെ, നമുക്കറിയാം നമ്മളെ കേരളത്തിൽ നിന്ന് പണ്ട് ഇങ്ങനെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുണ്ടായിരുന്നു അല്ലേ. കൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് സ്ഥലം തുർക്കികൾ കീഴടക്കി. ഓക്കെ, ദ പോർച്ചുഗീസ്. എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. This was the link for the land trade between Europe and Asia. ഓക്കെ, അപ്പോൾ ഇവർക്കിടയിലുള്ള വ്യാപാരത്തിനുള്ള പ്രധാന ഒരു കരയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. In 1453 the Turk captured this place which prevented further European trade using this hub. ഓക്കെ, അപ്പോൾ ഈ തുർക്കികൾ ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കര ഉപയോഗിച്ചുള്ള വ്യാപാരം തടഞ്ഞു അവർ. This forced the Europeans to find an alternate route. അപ്പോൾ അവരുടെ ആ വ്യാപാരത്തിനുള്ള ആ ഒരു പാത തടഞ്ഞത് കാരണം അവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് റൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു കടൽ മാർഗം കണ്ടെത്താനായിട്ടുള്ള മറ്റൊരു കാരണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, ദ പോർച്ചുഗീസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വ്യക്തി പോർച്ചുഗലിൽ നിന്നുള്ള വാസ്കോ ഡ ഗാമയാണ്. ഓക്കെ, പോർച്ചുഗീസുകാരനായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമ. നമ്മൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ എവിടെയാണ് കാലുകുത്തിയിട്ടുള്ളത്? കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. ഓക്കെ, എങ്ങനെയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. അപ്പോൾ 1498 ആണ് വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ എത്തിയത്. His arrival paved the way of European dominance in India. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴിയൊരുക്കി. At that time കോഴിക്കോട് was ruled by Zamorin dynasty. അപ്പോൾ ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമോറിൻ ഡൈനാസ്റ്റി ആയിരുന്നു കേട്ടോ. സാമോറിൻ എന്ന് വെച്ചാൽ ആരാണ്? സാമൂതിരി രാജവംശം അല്ലേ. പണ്ട് കാലത്ത് ഇങ്ങനെ ഓരോ പ്ലേസും ഇങ്ങനെ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് അല്ലേ. ഓക്കെ, അറബ് കൺട്രോൾ ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. അപ്പോൾ അക്കാലത്ത് കോഴിക്കോടിനടുത്തുമായിട്ടുള്ള വിദേശ വ്യാപാരം അറബികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ, ദ സാമോറിൻ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദ പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്. ഓക്കെ, അപ്പോൾ അറബികളെ പുറത്താക്കിയിട്ട് ഈ പോർച്ചുഗീസുകാരന് പ്രത്യേക വ്യാപാരാവകാശങ്ങൾ നൽകണമെന്ന അവരുടെ ആവശ്യം നമ്മളുടെ ഈ സാമോറിൻ ഡൈനാസ്റ്റീസ് അവർ സാമൂതിരികളെ അംഗീകരിച്ചില്ല.
Okay, following this, Vasco da Gama obtained permission from trade from then Kolathiri king of Kannur. Okay, അപ്പോൾ ഇവര് അനുമതി കൊടുക്കാത്തത് കാരണം നമ്മളുടെ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? അന്നത്തെ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരത്തിനായുള്ള അനുമതി നേടി. He then returned to Portugal after collecting product including pepper. Okay, അങ്ങനെ അദ്ദേഹം ഈ കണ്ണൂരുമായിട്ട് വ്യാപാരത്തിനുള്ള പെർമിഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും പോർച്ചുഗലിലേക്ക് തിരിച്ചു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുപോയിരുന്നു, ഇൻക്ലൂഡിങ് പെപ്പറും. വാസ്കോ ഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times more than കോസ്റ്റ് ഓഫ് ഹിസ് ജേർണി. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയ സാധനങ്ങളിലെ അത് അദ്ദേഹത്തിൻ്റെ യാത്രാ ചെലവിൻ്റെ 60 മടങ്ങ് വിലയുള്ള സാധനങ്ങളുമായിട്ടാണ് അദ്ദേഹം നാട്ടിൽ പോയത്. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കും അധികം വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് തിരിച്ചു പോയത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം പ്രോഫിറ്റ് കിട്ടിയിരിക്കാം അല്ലേ? അപ്പോൾ അത് അവരെ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള കാരണമായി. The profit generated in this journey encouraged the Portuguese to make similar commercial trip to India. ഓക്കെ, അപ്പോൾ ഈ യാത്രയിൽ ലഭിച്ച ലാഭം പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഇതുപോലുള്ള വാണിജ്യ യാത്രകൾ നടത്താനായിട്ട് പ്രേരിപ്പിച്ചു, ഇന്ത്യയിലേക്ക് ചെയ്യാനായിട്ട് അല്ലേ? The Zamorin did not give the Portuguese a monopoly in trade. പക്ഷേ അപ്പോഴും നമ്മുടെ സാമൂതിരികൾ ഈ പോർച്ചുഗീസുകാർക്ക് വ്യാപാരത്തിൻ്റെ കുത്തക നൽകിയില്ല. ഓക്കെ, ദിസ് ലെഡ് ടു എൻ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സാമോറിൻ ആൻഡ് ദ പോർച്ചുഗീസ്. അപ്പോൾ ഇത് എന്തായി? ഒരു പോർച്ചുഗീസും സാമോറിനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. The Portuguese had to face stiff resistance from കുഞ്ഞാലി മലൈക്കാർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാമൂതിരിയുടെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മലൈക്കാരുടെ ശക്തമായ ഒരു പ്രതിരോധം പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മലൈക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലി മലൈക്കാർ. The കുഞ്ഞാലി മരക്കാർ protected the Zamorin and the western coast from the attack of Portuguese. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് സാമൂതിരിയെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരത്തെയൊക്കെ കുഞ്ഞാലി മലൈക്കാരാണ് സംരക്ഷിച്ചത്. കുഞ്ഞാലി മലൈക്കാർ വാസ് ദ ഡെസിഗ്നേഷൻ 4 people have to occupied in this position at different times. ഓക്കെ, ഇപ്പോൾ കുഞ്ഞാലി മലൈക്കാർ ഒരു പദവിയായിരുന്നു. അദ്ദേഹം വ്യത്യസ്ത സമയങ്ങളിലായിട്ട് 4 പേർ ഈ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി തേർഡ് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ഫോർട്ട് ചാലിയം. കുഞ്ഞാലി മൂന്നാമൻ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുക്കുക. അതുപോലെ കുഞ്ഞാലി നാലാമൻ വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഗോവ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാരെ ഗോവയിൽ വെച്ച് വധിച്ചു. ഓക്കെ, വിത്ത് ദ ഫോൾ ഓഫ് കുഞ്ഞാലീസ് ദ ഡിക്ലൈൻ ഓഫ് സാമോറിൻ ഓൾസോ ബിഗിൻ. ഓക്കെ, അപ്പോൾ ഈ സാമോറിൻ്റെ അവരുടെ ഒരു പ്രതിരോധമായിരുന്നു ഈ കുഞ്ഞാലി മലൈക്കാർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കുഞ്ഞാലി മലൈക്കാരുടെ പതനത്തോടെ ഈ സാമൂതിരിയുടെ പതനവും ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി മുകളിൽ നമുക്ക് നോക്കാം. ദ പോർച്ചുഗീസ് ഹാഡ് ടു ഫേസ് സ്റ്റിഫ് റെസിസ്റ്റൻസ് ഫ്രം കുഞ്ഞാലി മലൈക്കാർ who were the naval chief of Zamorin. സാമോറിൻ്റെ നേവൽ ചീഫായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. ഓക്കെ, അപ്പോൾ അവരുടെ പ്രതിരോധം പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നു. ആഫ്റ്റർ ദ എറ ഓഫ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ കാലഘട്ടത്തിന് ശേഷം എന്തായി? ദ പോർച്ചുഗീസ് ഡിഡ് നോട്ട് ഫേസ് മച്ച് ത്രെറ്റ് ഫ്രം ഇന്ത്യ. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ ഭീഷണിയൊന്നും നേരിടേണ്ടി വന്നില്ല. കാരണം ഈ കുഞ്ഞാലി മലൈക്കാർ ആയിരുന്നു ഇവർക്കെതിരെ പോരാടിയിരുന്നത്. അതിനുശേഷം അല്ലേ, അവർക്ക് അത്ര വലിയ ഇതൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. അപ്പം നമ്മുടെ നാട്ടിലെ പോർച്ചുഗീസ് അവരുടെ അധിനിവേശത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ. ആദ്യം ഒന്ന് ടേബിൾ, ചെയർ, പിന്നെ കബോർഡ്, വിൻഡോസ്, പെൻ അല്ലേ? ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പണ്ടൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്നിട്ടാണല്ലോ ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷേ ഇങ്ങനെ ഈ ചെയറിലിരിക്കുന്ന ഇതൊക്കെ അവരുടെ ഒരു കൾച്ചറായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇന്ത്യയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഒരു സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ മലയാളം നെയിംസ് ഓഫ് ദ തിങ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ മലയാളം നെയിംസ് ആണ് എഴുതാണ്. ഫസ്റ്റ് വൺ എന്താണ്?
ടേബിൾ മേശ അല്ലേ. സെക്കൻഡ് വൺ ചെയർ കസേര. തേർഡ് വൺ കബോർഡ്, അതിൻ്റെ മലയാളം അലമാര അല്ലേ. നെക്സ്റ്റ് വിൻഡോ ജനൽ. പേന. Okay, see the contact between the Portuguese and India and the Portuguese resulted in Malayalam receiving this word from Portuguese language. അപ്പോൾ ഇന്ത്യയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് മലയാളത്തിന് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും വാക്കുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കാഷ്യൂ ട്രീ. ഈ കാഷ്യൂ ട്രീനെ നമ്മൾ പറങ്കി മാവ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറങ്കി എന്ന് വെച്ചാൽ അത് പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ്. പറങ്കികൾ എന്നാണ് അവരെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കാഷ്യൂ ട്രീനെ പറങ്കി മാവ്. അതുപോലെ പപ്പായ, ഗുവാവ ആൻഡ് പൈനാപ്പിൾ വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കിയേ, ഈ പിക്ചർ കാണുന്നില്ല, ഇതെന്താണ്? എ പാർട്ട് ഓഫ് ഫോർട്ട് മാനുവൽ. ഓക്കെ, എന്താണ് ഫോർട്ട് മാനുവൽ എന്ന് നമുക്ക് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ ഫോർട്ട് മാനുവലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഫോർട്ട് മാനുവൽ എന്താ? ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് എന്ത്? ഫോർട്ട് മാനുവൽ. ഓക്കെ, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി, കൊച്ചിയിലാണ് സ്ഥാപിതമായത്. ദ റീജിയൻ ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദാമൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ പോർച്ചുഗീസ്. അപ്പോൾ ഈ കൊച്ചി, ഗോവ, അതുപോലെ ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളൊക്കെ പോർച്ചുഗീസുകാരുടെ ഭരണത്തിന് കീഴിലായി. പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അപ്പോൾ ആ ഒരു കാലത്ത് ഈ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം എന്തായി? അച്ചടി സാങ്കേതിക വിദ്യയിലെ പ്രിൻറ്റിംഗ് ടെക്നോളജി ഇതൊക്കെ ജനപ്രിയമായി. ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി വെയർ പോപ്പുലറൈസ്ഡ്. അതുപോലെ തന്നെ ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ ഭയങ്കര പോപ്പുലറായി. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അതുപോലെ യൂറോപ്യൻ ശൈലിയിലുള്ള നിർമ്മാണമൊക്കെ എന്താണ് പോപ്പുലറായി ആരംഭിച്ചു നമ്മുടെ നാട്ടിലൊക്കെ. ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺ. അതുമാത്രമല്ല യുദ്ധതന്ത്രങ്ങളിലും അതുപോലെ യൂറോപ്യൻ ആയുധങ്ങളിലും പരിശീലനം നൽകി. നമ്മുടെ ആൾക്കാർക്കൊക്കെ അവരുടെ ആ വെപ്പൺസ് യൂസ് ചെയ്യാനുള്ള പരിശീലനമൊക്കെ ലഭിച്ചു. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേറ്റഡ് സെൻറ്റേഴ്സ് വെയർ സ്റ്റാർട്ടഡ്. അപ്പോൾ ക്രിസ്ത്യൻ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് ദ ഇമ്പാക്റ്റ് പോർച്ചുഗീസ് കോൺടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ പോർച്ചുഗീസ് സമ്പർക്കത്തിൻ്റെ സ്വാധീനം എന്തൊക്കെ മാറ്റങ്ങളാണ്? ഈ പൊളിറ്റിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചർ സെക്ടറുകളിൽ വന്ന മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നോക്കി എഴുതിയെടുത്താൽ മതി. ഓക്കെ, പൊളിറ്റിക്കൽ ഫീൽഡിൽ ഹെൽപ്ഡ് ലോക്കൽ റൂളേഴ്സ് ഫൈറ്റ് എനിമീസ് യൂസിങ് യൂറോപ്യൻ വാർ ടാക്ടിക്സ് ആൻഡ് വെപ്പൺസ്. അപ്പോൾ യൂറോപ്യൻസ് അവരുടെ ആയുധശീലങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിമീസിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു അല്ലേ. അഗ്രികൾച്ചറൽ സെക്ടർ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ക്രോപ്സ് സച്ച് ആസ് ടുബാക്കോ, കാഷ്യൂ ആൻഡ് പൈനാപ്പിൾ. അപ്പോൾ പുതിയ ക്രോപ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടൊബാക്കോ, പിന്നെ കാഷ്യൂ, അതൊക്കെ, പൈനാപ്പിൾ. നോളജ് സെക്ടറിൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്രിൻറ്റിംഗ് ടെക്നോളജി അല്ലേ, പ്രിൻറ്റിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഓപ്പൺ ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്തു. കൾച്ചറൽ സെക്ടർ എന്ന് പറയുമ്പോൾ പോപ്പുലറൈസ്ഡ് ആർട്ട് ഫോം ലൈക്ക് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി ഇൻഫ്ലുവൻസ്ഡ് ആർക്കിടെക്ചർ അല്ലേ. ആർട്ട് ഫോമായ ചവിട്ട് നാടകം, മാർഗംകളി ഇതൊക്കെ പറഞ്ഞു. പിന്നെ ആർക്കിടെക്ചറൽ ആയിട്ട് അവർ പോർച്ചുഗീസിൻ്റെ ആ ഒരു ശൈലിയുള്ള ആർക്കിടെക്ചറൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയി. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.